അല്ല നിങ്ങളുടെ വർക്കിനകത്ത് നിങ്ങൾ അഭിമാനിക്കുക എന്ന് പറയുന്നത് വല്ലവരും നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നത് വഴി വർഷത്തിലൊരിക്കൽ അംഗീകാരവും സ്ഥാനക്കയറ്റവും ഒക്കെ വരുന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വർക്കിനകത്ത് അല്ലാതെ നിങ്ങളെ കിട്ടുന്നില്ല. മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേര് പല മാധ്യമ സ്ഥാപനങ്ങളുണ്ടാവും. അവരുടെയൊക്കെ പോളിസീസ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഒരു തരത്തിലും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ പ്രൊഫഷണലായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ ജോലി കൊടുക്കാൻ ഈ മാധ്യമങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിൽ ഉണ്ടാവുള്ളൂ. അപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഡിലേമ മാനേജ് ചെയ്യുക? ഡിലേമ ആരും മാനേജ് ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലോകത്തുള്ള സകല ഫാക്ടറിക്കോടൊപ്പം ഈ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള എക്സ്ട്രാ ഫിറ്റിങ് വെക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, IT കാർക്കൊക്കെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന, യോഗ പഠിപ്പിക്കുന്ന ഈ സകല ഈ സന്യാസിമാരും അവിടെ റിക്രൂട്ട് ചെയ്ത് എത്തിപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ സംഘർഷം അനുഭവിക്കും. empty ആയിട്ട് ഇവർ മാറും. ടാർഗറ്റ് കൊടുക്കും, അതിനത്രയും പണിയെടുക്കണം. ആ പണിക്കകത്ത് ഒരിക്കലും അവരെ റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേതങ്ങനെയല്ല. നമ്മൾ ചെയ്ത ഒരു കലാശില്പം പോലെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു ആർട്ട് വർക്ക് പോലെ, നമ്മൾ ഉണ്ടാക്കിയ ഒരു കറി വെച്ച ഒരു അടുക്കളയിൽ കറി വെച്ചവർക്ക് പോലും ജോബ് സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഫാക്ടറി സിസ്റ്റത്തിനകത്ത് നിങ്ങളുടെ വർക്കിനകത്ത് നിങ്ങളെ കാണാനൊക്കത്തില്ല. അപ്പോൾ ഉണ്ടാകുന്ന എംറ്റിനെസ് ഉണ്ടാകുന്ന നിങ്ങളെ ആത്മഹത്യ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് ഡിപ്രഷൻ ബാധിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യക്തിഗതമായ നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാൻ കഴിയാത്തവരാണെന്ന് നിങ്ങളെ ബോധ്യമാക്കി തരുന്നതിന് വേണ്ടിയാണ് ഈ എക്സ്ട്രാ ഫിറ്റിങ്ങിൽ സകല യോഗാഭ്യാസവും ഈ പറയുന്ന മെഡിറ്റേഷനും പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളായിരുന്നവർ ഇതേപോലെ പ്രശ്നം ആദ്യം അനുഭവിക്കുമ്പോഴാണ് അവർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി കോമൺ പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് പരിഹാരങ്ങൾ അന്വേഷിച്ച് പോയത്. അത് വീണ്ടും ഇവർ ഇല്ലാതാക്കി കളഞ്ഞാണ്. ഇപ്പോൾ ട്രേഡ് യൂണിയൻ അനുവദിക്കത്തില്ല, വ്യക്തിഗതമാക്കി എല്ലാ പ്രശ്നങ്ങളും. നിങ്ങൾക്ക് ഡിപ്രഷൻ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ അറിഞ്ഞൂടാ. അതിന് കോപ്പി ചെയ്യാൻ അറിയുന്ന മെക്കാനിസമാണ് ഈ പറയുന്ന ധ്യാനവും സകല സാധനവും പഠിപ്പിക്കുന്നത്. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. ചാകര എടുക്കുന്ന സമയത്ത് അവിടെ സാധനം വിൽക്കാൻ പോകുന്നത് പോലാണ് ഈ ഫാക്ടറിക്ക് ചുറ്റിനും ഈ പറയുന്ന ആധുനികമായ എല്ലാ സ്ഥാപനത്തിന് ചുറ്റിനും ഇത്തരത്തിലുള്ള കച്ചവടക്കാർ, ആത്മീയ കച്ചവടക്കാർ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ഈ ആത്മീയതയുടെ ഇത്രയും രണ്ടാമത് വന്നതുപോലെ തോന്നുന്നത് മുഴുവൻ ഈ ആൾക്കാരുടെ എംറ്റിനെസ് പരിഹരിച്ചു കൊടുക്കാൻ വ്യക്തിഗതമായി പ്രശ്നങ്ങളെ മാറ്റിയ ഒരു ലോകത്തിൻ്റെയാണ്. മറ്റേതങ്ങനെയല്ല, കൂട്ടായ്മയായിട്ടുണ്ടാകുകയാണ്. ഇപ്പം നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, നിങ്ങളുടെ കൂട്ടായ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഹ്ലാദം ഉണ്ടാകും. നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഉടമസ്ഥാവകാശം അനുഭവിക്കും. ഒരു സ്റ്റീവ് ജോബ് ഫോൺ ഉണ്ടാക്കുന്ന സമയത്ത് അയാൾക്ക് സന്തോഷം ഉണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആപ്പിളിൽ ജോലി ചെയ്യുന്നവർക്ക് ആർക്കും ഉണ്ടാകത്തില്ല. ഇത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ റിയലൈസേഷൻ്റെ പ്രശ്നമാണ്. അവിടെയാണ് ഈ പറയുന്ന മുഴുവൻ മുമ്പോ ജിംബോ എന്ന് നമ്മളിന്ന് പറയുന്ന ലോകത്തിലുള്ള ഈ ശ്രീയും ഒക്കെ എങ്ങനെ ഇറങ്ങി അങ്ങ് പുറപ്പെട്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഉണ്ടായത് അങ്ങനെയാണ്. ഈ ആളുകളെ സകല സെൻ ബുദ്ധിസവും താവോയിസവും കൺഫ്യൂഷനിസവും ഈ സ്പിരിച്വൽ എന്ന് നമ്മൾ പറയുന്ന യോഗവും സകല സാധനവും ഈ വീണ്ടും രണ്ടാമത് സർഫസ് ചെയ്തത് ഇത്രയധികം ഫാക്ടറിക്കകത്ത് empty ആയ മനുഷ്യരുടെ തലയ്ക്കകത്ത് അവരുടെ പ്രശ്നങ്ങളെ, വ്യക്തിഗതമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സഫർ ചെയ്യുന്നത്, ഡിപ്രഷൻ വരുന്നതെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായത്. അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളായിട്ടാണ് അതെപ്പോഴും നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതേ സമയത്ത് ഈ ഫാക്ടറി തന്നെ നമ്മളിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഷെയറിനകത്ത് ഇട്ട് നമ്മുടെ ഫാക്ടറി ആയിട്ട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനുഭവിക്കത്തില്ല. അത് ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പബ്ലിക് ഷെയറൊക്കെ ഉണ്ടായിട്ടുണ്ട്, വർക്കേഴ്സിനെ കൊണ്ട് അത് എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ട്രാപ്പ് പോലെയാണ് അത് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഓണർഷിപ്പ് ഇല്ല. കാരണം ഹെയറാർക്കിക്കലായിട്ട് തന്നെയാണ് ഇതെല്ലാം നിർത്തിയിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഒരു കൂട്ടായ കോഓപ്പറേറ്റീവ് സിസ്റ്റത്തിൻ്റെ വലിപ്പമല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മുടെ തന്നെ റിയലൈസേഷൻ അനുഭവിക്കാതാക്കി കളയും. അത് മറക്കണ്ട. അത് നിങ്ങൾ പരിഹരിച്ചു എന്ന് വിചാരിക്കുന്നത് പരിഹരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയതാണ് ഈ ലോകം മുഴുവൻ ഇപ്പോഴും ഈ അമ്പലവും പള്ളിയല്ല ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും അത് പരിഹരിച്ചിട്ടുള്ള സമൂഹങ്ങളിനകത്ത് ഈ പള്ളിയും അമ്പലവും പോകും, അതിനകത്തേക്ക് ആൾ പോകത്തില്ല. പ്രാകൃത സമൂഹത്തിൽ നിന്ന് വീണ്ടും അവിടെ കൊണ്ടുപോയി ആ ആളുകളെ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി വീണ്ടും പള്ളിയൊക്കെ അമ്പലമൊക്കെ ഈ പറയുന്ന സൊസൈറ്റികളിൽ ഉണ്ടായെന്ന് വരാം എന്നുള്ളതല്ലാതെ അവിടെ ഫ്രീഡത്തോടെ ജീവിതത്തിനകത്ത് ചോയ്സസോടെ പഠിക്കുകയും ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം ജീവിക്കുകയും ചെയ്യുന്നവർ, പഠിക്കുന്നത് ജീവിക്കുന്നത്.
പഠിക്കുന്നത് ജീവിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനേ നമ്മളെ പറ്റത്തുള്ളൂ. ആ പഠിക്കുന്നത് ജീവിക്കുന്ന സമൂഹങ്ങളിനകത്തൊക്കെ നമ്മൾ ഈ പറയുന്ന ആരാധനാലയങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളൊക്കെ യോഗം, മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള സെൽഫ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നടത്തുന്ന മുഴുവൻ ഒരു എക്സർസൈസസും ആവശ്യമായിട്ട് വരില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വാഭാവികമായി സംതൃപ്തരായി മാറും. കാരണം നിങ്ങളുടെ വർക്കിനകത്ത് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യപ്പെടും. അപ്പോഴാണ് നിങ്ങൾക്ക് വേറൊരു ആവശ്യമില്ല, വേറൊരു ക്രച്ചസ് ആവശ്യമില്ല. ഈ ആർട്ടിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി കൂടെയാണ് എന്നുള്ളത്, കലയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള പഴയ വാദത്തിൻ്റെ തുടർച്ച ഇപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. എന്താണ് കല ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രൊഫഷണൽസ് ഉണ്ടാവും, ഇതിനകത്ത് കുറേ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പക്ഷേ അത് ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ക്രിയേറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അവരൊരു ജോലി ചെയ്യായിരിക്കും, പക്ഷേ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന വാക്കിനെ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇയാൾ ചോദിക്കുന്ന ചോദ്യം വളരെ സൂക്ഷ്മമായിട്ട് ഉത്തരം പറയേണ്ടി വരണമാണ്. നമ്മൾ ഈ ആർട്ട് എന്നൊക്കെ പറയുന്നത് ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ജീവിതത്തിനെ നേരത്തെ അനുഭവിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന മേഖലയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ഗുഹാചിത്രങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു രീതി തന്നെയാണ്. ഇണയെ ആകർഷിക്കാൻ വേണ്ടി നല്ല തൂവലുള്ള ഒരു കിളി മാറുന്നത് ഇണയെ ആകർഷിക്കാനാണെന്നറിയണം, അല്ലാതെ അത് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നല്ല പാട്ട് പാടുന്ന കിളികളെല്ലാം പാട്ടുകൾ പാടുന്നതിന് അതിൻ്റെ ഇണയെ ആകർഷിക്കാനാണ്. അപ്പോൾ ഈ ഭാഷയൊക്കെ അർത്ഥമുള്ള സിമ്പലൊക്കെ ഉണ്ടാക്കിയ അതിന് മുമ്പ് തന്നെ മ്യൂസിക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കിളികൾ പാടുന്നത് മ്യൂസിക്കാണെന്ന് അല്ലെന്ന് വിചാരിക്കരുത്. നമ്മൾ അനുകരിക്കുന്നതല്ല, നമ്മളത് എവല്യൂഷണറി ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കോംപ്ലക്സ് ആനിമലാണ്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവനും കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യകാലത്ത് ഭാഷ വികസിക്കുന്നതിന് മുമ്പ് തന്നെ വികസിച്ചതാണ് ഈ ആർട്ടെല്ലാം. സൈൻ ലാംഗ്വേജൊക്കെയാണ് ആദ്യം ഉണ്ടാകുന്നത്. ശബ്ദത്തിനകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ ശബ്ദമേ ഉണ്ടാക്കുന്നുള്ളൂ. സ്പെയിനിൽ നിന്ന് ഒരാൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ശബ്ദമേ ഉണ്ടാക്കുന്നുള്ളതെന്നറിയാം. ഭാഷയായി മാറണമെങ്കിൽ കളക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്ത് കാക്ക എന്ന് പഠിപ്പിച്ച് ഭാഷ രൂപപ്പെടുത്തി പറ്റും. അതുകൊണ്ട് ആവർത്തനം കൊണ്ട് ഉറപ്പിക്കുന്നതല്ല, ശബ്ദത്തിനകത്ത് അർത്ഥവിരുപ്പില്ല. അർത്ഥം അപ്പുറത്തിരിക്കുന്ന കേൾവിക്കാരനും നമ്മളും തമ്മിൽ നടക്കുന്ന ആശയവിനിമയത്തിനൊരു പ്രതലം ഉണ്ടാക്കുന്നത് വഴി ഉണ്ടാകുന്നത്. അതുപോലാണ് ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആ മേഖല മുഴുവൻ വരുന്നത്. അപ്പോൾ ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ക്ഷോഭത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷനാണതല്ല, നീരസം കാണിക്കേണ്ടതുണ്ട്. ഒരാൾ നമ്മുടെ മടിയിലോട്ട് കയറി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കരുതെന്ന് പറയുന്നതിന് വാക്കൊന്നും പറയണ്ട, വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പം തന്നെ അവർക്ക് മനസ്സിലാകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, മാറി നിൽക്കും. ഇത് ഒരാൾ പിടിക്കാൻ വരുമ്പോഴും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ കാര്യങ്ങളാണ് ഇയാൾ ഇന്ന് ആർട്ടെന്ന് പറയുന്ന സകല സാധനം നമുക്ക് ആദ്യമേ ഉണ്ട്. അതിന് ശേഷമാണ്